നമ്മുടെ സിനിമകളിലും സീരിയലുകളിലും വാർത്തകളിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ് സ്ത്രീ ഗാർഹിക പീഡനത്തിനെതിരെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു, ഫാമിലി കോർട്ടിൽ അപ്ലൈ ചെയ്തു, ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്നൊക്കെ. പക്ഷേ ഇതിനൊക്കെ സത്യമുണ്ടോ? നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ചില കേസുകളൊക്കെ വക്കീലിൻ്റെ മിടുക്കാരണം വിജയിച്ചതായിരിക്കാം. കാരണം ചിലപ്പോൾ പുരുഷൻ ഒന്നും ചെയ്തതാണില്ല, നമ്മൾ പുരുഷന്റെ സൈഡിൽ ചിലപ്പോൾ നോക്കാറ് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഈ അടുത്ത് പുരുഷന് വേണ്ടി, അതായത് പുരുഷന്റെ നീതിക്ക് വേണ്ടി സംസാരിച്ച ഒരു സിനിമ പുറത്തിറങ്ങി, ആഭ്യന്തര കുറ്റവാളി. സേതുനാഥ് പത്മകുമാറിന്റെ ഡയറക്ഷനിൽ ഈ ജൂൺ 6 പുറത്തിറങ്ങിയ സിനിമയാണ്. 2 മണിക്കൂർ സിനിമയുള്ളൂ. അനാവശ്യ സീൻസ് ഒന്നും കുത്തിക്കയറ്റി ലെങ്ത് കൂട്ടാതെ എന്താണ് കഥയ്ക്ക് ആവശ്യം, അതായത് സീൻസ് മാത്രം എഴുതി ചിട്ടപ്പെടുത്തി അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് സൈഡ്സ് ആയാലും ആ രീതിയിൽ ഈ സിറ്റുവേഷൻ എന്താണ് ആവശ്യം അത് മതി. അല്ലാതെ ഓവറായിട്ട് കുത്തിക്കയറ്റി നല്ല ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലാതെ നല്ല ക്ലീൻ ആയിട്ടും ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി സൈഡായാലും അതുപോലെ തന്നെയാണ്. അത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഇവരെല്ലാം നല്ല രീതിയിൽ ഈ കഥയ്ക്ക്, അതായത് ഈ കഥയ്ക്ക് എന്ത് വേണോ അത് മാത്രം കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഈ കഥ വലുതാക്കി കാണിച്ച് ബിൽഡപ്പ് അടിക്കുന്ന പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അതെനിക്ക് നല്ലൊരു പോസിറ്റീവ് സൈഡായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആസിഫ് അലി ആസ് യൂഷ്വൽ എല്ലാ പടത്തിലും പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്കതിലല്ലാതെ എടുത്തു പറയേണ്ട 2 ക്യാരക്ടേഴ്സ് സിദ്ധാർത്ഥ് ഭരതൻ്റെയും അശോകൻ ചേട്ടനാണ്. ഇവർ 2 ക്യാരക്ടേഴ്സും ഈ പടത്തിൽ ഒരു കുറച്ച് ഡ്യൂറേഷൻസിലുള്ളൂ. പക്ഷേ ഇവർ 2 ക്യാരക്ടേഴ്സിൽ ഭയങ്കര ലേയേഴ്സ് ഉണ്ട്. കുറേ കാര്യങ്ങൾ ഇവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് നല്ല ഫീലാവും. സിദ്ധാർത്ഥ് ഭരൻ്റെ 1-2 സീൻസേ ഉള്ളൂ, അതിൽ പുള്ളി വന്ന് കലക്കിട്ടു. നമുക്ക് കണ്ടു കഴിയുമ്പോൾ പുള്ളിയുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വിങ്ങലൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ അശോകൻ ചേട്ടൻ്റെ പുള്ളിക്കും കുറേ ഇമോഷൻസ് ഉണ്ട്. ഇതെല്ലാം ഈ റൈറ്റിങ്ങിൽ എങ്ങനെയാണോ കൊണ്ടുവരേണ്ടത്, അതായത് കഥ വിട്ടുപോയി വേറൊരു സൈഡിലോട്ട് പോവാതെ എങ്ങനെ ചുരുക്കി ഇവരെ കാര്യങ്ങൾ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഈ പടം വർക്കായിട്ടുണ്ട്. സിനിമയിൽ എൻ്റെ നേരത്ത് ഓക്കെ നല്ലൊരു ക്ലൈമാക്സ്. ഈ പടത്തിന് എന്ത് വേണോ ആ ക്ലൈമാക്സ് ഈ പടത്തിൽ കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. ഈ ഒരു പടം ഇനിയും കൂടുതൽ ആൾക്കാർ കാണാണ്ട് കണ്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള സംസാരങ്ങളും വിഷയങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ബാക്കി പറഞ്ഞാൽ സ്പോയിലറാവും. അപ്പോൾ ഇതുപോലത്തെ മൂവി സജഷൻസിന്, മൂവി റിവ്യൂസിന്, മൂവി അപ്ഡേറ്റ്സിനായിട്ട് നമ്മൾ കാര്യങ്ങൾ ഫോളോ ചെയ്തേക്കും. ഓക്കെ, ബൈ.